ഹലോ, ഇന്ന് നമുക്ക് കുക്കീസ് ഉണ്ടാക്കാം. അതും ഗോതമ്പ് പൊടി വെച്ച് കുക്കറിലുണ്ടാക്കാം. ഇത് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. മൈദ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നല്ല ക്രഞ്ചി സോഫ്റ്റ് ആയിട്ടുള്ള കുക്കീസ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കീസ് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന കുറച്ച് ബട്ടറാണ്. ഒരു 1/4 ഭാഗം ബട്ടറാണ് കേട്ടോ ഇതിന് വേണ്ടി എടുക്കുന്നത്. ഞാൻ 1/2 കപ്പാണ് ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 ഭാഗം ബട്ടർ എടുക്കുക. ഇനി എടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിന്റെ ഒരു 3 പീസ് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാരയാണ്. ശർക്കരപ്പൊടി വേണമെങ്കിലും ചേർക്കാം. നമുക്ക് എത്ര മധുരം വേണോ അതനുസരിച്ചിട്ടുള്ള പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ ചേർക്കുക. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മുടെ ചോക്ലേറ്റും ബട്ടറും ഒക്കെ ഒന്ന് ഉരുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 1/4 കപ്പ് പാല് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതിനകത്ത് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി, ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് ചപ്പാത്തി മാവ് പോലെയൊക്കെ കുഴഞ്ഞു വരും. അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. ഇതിന്റെ കൂടെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് പാത്രത്തിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ തണുപ്പിച്ചെടുക്കാം. നമ്മളിവിടെ കുക്കറിലാണ് ഈ കുക്കീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലെ ഈ ബെൽറ്റ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മുടെ ഇഡ്ഡലി തട്ടിനകത്തുള്ള ഒരു പാത്രമാണ് ഇത് നമ്മൾ തണുപ്പിച്ചെടുത്ത് വെച്ചിരുന്ന മാവ് ഓരോ ഷേപ്പിൽ, ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഈ പാത്രത്തിൽ വെച്ചിട്ട് കുക്കറിൽ വെക്കാം. ഞാനിവിടെ ഈ ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പാത്രത്തിൽ നിന്ന് തന്നെ ഇളകി വന്നോളും. നല്ല രീതിയിൽ ബട്ടർ ഉണ്ടല്ലോ മാവിൽ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ കുക്കർ ഇപ്പം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ പാത്രം ഇറക്കി വെക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുക. വിസിലൊന്നും ഇടേണ്ട. നമ്മൾ ഇതിനകത്ത് റബ്ബർ മാറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിൽ നന്നായിട്ട് ഇളകി വരും. ഒട്ടിപ്പിടിച്ചിരിക്കുകയൊന്നുമില്ല. പിന്നെ ആദ്യം തൊടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. പക്ഷേ തണുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി കട്ടിയായിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുക്കീസ് ആയിരിക്കും. നമുക്ക് നട്ട്സിന്റെ പൊടിയൊക്കെ ഇതിൽ പൊടിച്ച് ചേർക്കാം. അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് നട്ട്സിന്റെ പൊടി ഇതിന്റെ മുകളിൽ വെതറുകയൊക്കെ ചെയ്യാം. ഞാനിത് ഉണ്ടാക്കാറുള്ളത് 2-3 ദിവസത്തേക്കേ ഉണ്ടാക്കാറുള്ളൂ. ഒരു കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഇത് കേടാകാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്